നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു തറഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ആണിയോ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും തറഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹായ്, വെൽക്കം ടു അവർ ന്യൂ സീരീസ് ഓഫ് 100 Days of General Awareness പാർട്ട് 1. ഒന്ന്, നമ്മുടെ പരമാവധി മൂവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് ബ്ലീഡിങ് കൂട്ടാനും അതുപോലെ തന്നെ ഇന്റേണൽ ഇഞ്ചുറീസ് കൂടുതൽ ആഴത്തിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. 2, ഒരിക്കലും തറച്ചു കയറിയ വസ്തു നമ്മൾ ഊരിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത് ഏതെങ്കിലും ഒരു രക്തക്കുഴലിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യുന്നതിലൂടെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസസ്. 3, തറച്ചു കയറിയ വസ്തു സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനായിട്ട് ഈ കാണുന്ന പോലെ നമ്മളൊരു സപ്പോർട്ട് ഉപയോഗിച്ച് ബാൻഡേജ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ തറച്ചു കയറിയ വസ്തുവിന്റെ മുകളിലൂടെയല്ല, അതിന് ചുറ്റും ജെന്റിൽ പ്രഷറിലാണ് നമ്മൾ ബാൻഡേജ് ചെയ്യേണ്ടത്. 4, ഇനി ഈ കുത്തി കയറിയ വസ്തു വീണു പോവുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഗോസോ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ ഒരു ബാൻഡേജോ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവിടെ ഒരു സ്റ്റഡി പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. 5, ഒരിക്കലും നമ്മുടെ വെറും കൈയോടെ ഡയറക്റ്റ് ആയിട്ട് മുറിവിൽ തൊടാതിരിക്കുക. ഇനി മുറിവ് ആഴമുള്ളതാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആന്റിസെപ്റ്റിക് ആ മുറിവിലേക്ക് ഒഴിക്കാതിരിക്കുക. പകരം മുറിവിന് ചുറ്റുമാണ് നമ്മൾ ആന്റിസെപ്റ്റിക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. അതുപോലെ സർജറി ആവശ്യമുള്ള രീതിയിലുള്ള മാരകമായിട്ടുള്ള മുറിവുകളാണെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് അനസ്തേഷ്യ പോലുള്ള പ്രൊസീജിയേഴ്സിന് ഒരു ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ തറഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഇതുപോലെയുള്ള ജനറൽ അവയർനെസ്, ഫസ്റ്റ് എയ്ഡ് ടിപ്സ്, ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും അടുത്ത 100 വീഡിയോസിലൂടെ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ പുട്ട്, ഷെയർ മാക്സിമം ആൻഡ് ഫോളോ ദിസ് അക്കൗണ്ട് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ്.